ഒരു പോലീസുകാരനാവുക എന്നത് മുൻപ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വപ്നമായിരുന്നു. കാരണം കരുത്തിൻ്റെ പ്രതീകമായിരുന്നു ആ കാക്കി കുപ്പായം. ഇന്ന് പക്ഷേ കാക്കിയിട്ടവൻ്റെ അവസ്ഥ അവരോട് തന്നെ ചോദിക്കണം. ജോലിസ്ഥലത്തെ സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, കുടുംബ തകർച്ച, അങ്ങനെ പറയാൻ പലതുണ്ട്. ഒടുവിൽ സമ്മർദ്ദമോ പ്രശ്നങ്ങളോ സഹിക്കാനാവാതെ ആത്മഹത്യ. ഈ പകലും കേട്ടു ഒരു പോലീസുകാരൻ ജീവനൊടുക്കിയ വാർത്ത. തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിലെ മദനകുമാറാണ് മരിച്ചത്. പൂന്തുറ പോലീസ് ക്വാർട്ടേഴ്സിൽ തനിച്ചു താമസിച്ചിരുന്ന മദനകുമാർ തൂങ്ങി മരിക്കുകയായിരുന്നു. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് 6ാമത്തെ പോലീസുകാരനാണ് ആത്മഹത്യ ചെയ്തത്. നെയ്യാറ്റിൻകര അമരവിള സ്വദേശിയാണ് മദനകുമാർ. കടുത്ത മദ്യപാനശീലമുണ്ടായിരുന്നു. തുടർച്ചയായി ജോലിക്ക് ഹാജരാകുമായിരുന്നില്ല. അവധി അപേക്ഷ നൽകാതെയായിരുന്നു ഇങ്ങനെ ജോലിക്കെത്താതിരുന്നത്. ഹാജരാകാത്തതിനെ തുടർന്ന് 2 തവണ നോട്ടീസ് അയച്ചെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ല. തുടർന്ന് പോലീസുകാരൻ ഒളിച്ചോടിയതായി ഉന്നത ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. മദ്യപാനശീലത്തെ തുടർന്ന് ദാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 36 വയസ്സായിരുന്നു മദനകുമാറിന്. പൂന്തുറയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണവുമായി ബന്ധമില്ലെങ്കിലും പോലീസിലെ ജോലിഭാരം സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 5 പോലീസുകാർ ആത്മഹത്യ ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം.